GST പരിഷ്കരണത്തോടെ പ്രതീക്ഷിച്ചതുപോലെ വിലക്കുറവ് അനുഭവപ്പെടുന്നില്ലെങ്കിലും ചില മേഖലകളിൽ വലിയ നേട്ടമാണുണ്ടാക്കിയത്. ചെറുകാറുകളുടെ നികുതി കുറച്ചത് മധ്യവർഗം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വാഹന നിർമ്മാണ കമ്പനികൾ ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിലും IT കമ്പനികൾ ഉൾപ്പെടെ കനത്ത തകർച്ചയിലാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ താഴ്ന്നു. ചില ചെറു കാറുകളുടെ വില 7 വർഷം പിന്നോട്ടോടി 2018 ലെവലിലേക്ക് സമാനമായി എത്തി നിൽക്കുകയാണ്. 28% GSTയും സെസ്സുമാണ് ഇതുവരെ വാഹനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത്. പരിഷ്കരണത്തിന് ശേഷം ചെറു കാറുകൾക്ക് 18% GST. സെസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം മാത്രം 11,000 ഹുണ്ടായി കാർ ഡീലർ ബില്ലിംഗ് ആണ് നടന്നത്. ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കുറഞ്ഞെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. നേരത്തെ 1000 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ 900-നും 950-നും ഇടയിൽ വാങ്ങാമെന്ന് പറയുന്നു. 50,000 രൂപയുടെ സിമന്റ് വാങ്ങുന്നവർക്ക് 5,000 രൂപ ലാഭിക്കാനാകും. എന്നാൽ ഉയർന്ന സ്റ്റീലിന്റെ വില മൂലം നേട്ടം ഉപഭോക്താവിലെത്താതെ കമ്പനിയിൽ തടഞ്ഞു നിൽക്കുന്നു എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. വില കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനായി പ്രത്യേക ഏജൻസി ഇല്ലെന്നതാണ് വാസ്തവം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞ് 88.57 എന്ന നിലയിലെത്തി. ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ വിൽപ്പനക്കാരായി മാറി. H1B വിസയുടെ നിരക്ക് അമേരിക്ക വർദ്ധിപ്പിച്ചതാണ് ഓഹരി വിപണിയിലെ തുടർച്ചയായ തിരിച്ചടിക്ക് കാരണം. മീഡിയ 1 ഡൽഹി.